ആദ്യം ഇപ്പോൾ എത്തുന്നൊരു വാർത്തയിലേക്ക്. ആലപ്പുഴ ദേശീയപാതയിൽ വൻ ഗർത്തം. നിർമ്മാണത്തിലിരിക്കുന്ന ദേശീയപാത 66-ൽ ആലപ്പുഴ സെന്റ് മൈക്കിൾസ് കോളേജിന് സമീപത്താണ് ഗർത്തം രൂപപ്പെട്ടിരിക്കുന്നത്. ഇതുവഴിയുള്ള വാഹന ഗതാഗതം ഭാഗികമായി നിരോധിച്ചിട്ടുണ്ട്. മനീഷ് മഹിപാലുണ്ട്. മനീഷ ഇപ്പോൾ സ്ഥലത്തെത്തിച്ചേർന്നിട്ടുണ്ട്. മനീഷ, ഒരു വലിയ ഗർത്തമാണ്. അവിടെ നിർമ്മാണത്തിലിരുന്ന പാതയല്ലേ ഇത്? എങ്ങനെയാണ് ഇങ്ങനെയൊരു ഗർത്തം അവിടെ രൂപപ്പെട്ടത്? അപകടമുണ്ടാകാനുള്ള ഏറെ സാധ്യതയുള്ള ഒരു ഗർത്തമാണല്ലോ അത്. അരുൺകുമാർ, ഞാൻ നിൽക്കുന്നത് ആലപ്പുഴ ചേർത്തല NH66 സെന്റ് മൈക്കിൾസ് കോളേജിന്റെ മുൻപിലെ ഹൈവേയിലാണ്, ദേശീയപാതയിൽ തന്നെയാണ്. അവിടെ ഈ ദൃശ്യങ്ങൾ തന്നെ നമുക്ക് മനസ്സിലാകും എത്രമാത്രം ഗൗരവമുള്ള ഒരു സംഭവമാണിത്. ഒരു കാർ വന്ന് പോലും വീഴാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ അത്രത്തോളം വലിപ്പമുള്ളതാണ്. 12 അടിയോളം താഴ്ചയുണ്ടെന്നാണ് ഏറെ ഞെട്ടിക്കുന്ന കാര്യം. ഈ കുഴിക്ക് 12 അടിയോളം താഴ്ചയുണ്ട്. നേരത്തെ ഒരു ഗർത്തം പോലെ രൂപപ്പെട്ടു. അതിന്റെ വ്യാസം ഒന്ന് JCB കൊണ്ട് മാറ്റിയപ്പോഴാണ് ഇത്രയും വീതി, അതായത് ഏകദേശം ഒരു 12 അടിയോളം മീറ്ററോളം വീതിയുണ്ട്, വ്യാസമുണ്ട്, അത്രത്തോളം തന്നെ താഴ്ചയുമുണ്ട്. അങ്ങനെ വലിയ രീതിയിൽ അപകടം. അതായത് ഇതിന് തൊട്ടു മുൻപ് 6:30യോടുകൂടിയാണ് ഈ ഇങ്ങനൊരു ഗർത്തം രൂപപ്പെട്ടായി കാണുന്നത്. അതിനും തൊട്ടു മുൻപ് വരെ ലോറി, ഹെവി വാഹനങ്ങളും ഇരുചക്ര വാഹനങ്ങളും ഒക്കെ തന്നെ കടന്നുപോയ റോഡാണ്. അവിടെ ഒരു ഇരുചക്ര വാഹന യാത്രക്കാരനാണ് ഇങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടതും പിന്നീട് അത് നാട്ടുകാരെ അറിയിക്കുന്നതും. അതിന് 2 മണിക്കൂറിന് ശേഷമാണ് ദേശീയപാത അതോറിറ്റിയുടെ ആളുകൾ ഇവിടെ എത്തിയത്, കരാർ ജീവനക്കാർ ഇവിടെ എത്തിയത്. ഇപ്പോഴത്തെ ആലപ്പുഴ DYSP ഉണ്ട്, CPM ജില്ലാ സെക്രട്ടറി R നാസറുണ്ട്, DYFI പ്രവർത്തകരുണ്ട്. ഇത് താൽക്കാലികമായി മൂടാനുള്ള നടപടികളിലേക്കാണ് ദേശീയപാത അതോറിറ്റിയുടെ കരാർ ജീവനക്കാർ എത്തിയത്. പക്ഷേ ഇത്രയും ആഴത്തിൽ ഈ മണ്ണും മണലും ഈ പൂഴിയും എങ്ങോട്ട് പോയി, ഇത് ഒലിച്ചെങ്ങോട്ട് പോയി എന്നുള്ള വലിയ ചോദ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് താൽക്കാലികമായി മൂടാൻ കഴിയില്ല. സാങ്കേതികമായി ശാസ്ത്രീയമായി തന്നെ എന്താണ് സംഭവിച്ചതെന്ന് അറിഞ്ഞ ശേഷം മാത്രം മതി എന്ന് ഇവിടെ പ്രതിഷേധിക്കുകയാണ് DYFIക്കാർ. അതായത് മൂടാൻ അനുവദിക്കില്ല എന്നാണ്. അതായത് എപ്പോഴാണ് ഇത് കണ്ടത്? ഇത് 6:30 ശ്രദ്ധയിൽപ്പെടണം. ഏതാണ്ട് ഇപ്പോൾ 2.5-3 മണിക്കൂറായി കഴിഞ്ഞു. 2.5-3 മണിക്കൂർ മുമ്പ് വരെ ഇതുവഴി എല്ലാ വാഹനങ്ങളും യാത്രയാണ്. കുടുംബങ്ങളും കുട്ടികളും ഒക്കെയായി മനുഷ്യർ അവരുടെ ജോലിയൊക്കെ കഴിഞ്ഞ് പോവാണ്. അവരെല്ലാം നികുതി പണം കൊടുത്തുണ്ടാക്കിയ റോഡാണിത്. നാഷണൽ ഹൈവേ 66 നിങ്ങൾക്കറിയാം, ഇവിടെ ഇപ്പോൾ 24 മണിക്കൂറും വർക്ക് നടക്കുകയാണ്. ഇത് തികച്ചും അശാസ്ത്രീയമായിട്ടാണ് നിർമ്മാണ പ്രവർത്തനം നടത്തുന്നത്. ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഏതാണ്ട് അതോറിറ്റി എന്താ പറയുന്നത്, അവർ ഇതിന്റെ ആളുകൾ അതിന്റെ ഒരാൾ പോലും ഇവിടെ വന്നിട്ടില്ല എന്നുള്ളതാണ്. ഇവിടെ കോൺട്രാക്ടർമാർ ഇപ്പോൾ ചെയ്യുന്നത്, കോൺട്രാക്ടറുടെ ആളുകൾ വന്ന് ചെയ്യുന്നത് ഈ താൽക്കാലികമായി ഉണ്ടായിട്ടുള്ള ഓട്ട അടയ്ക്കുന്നതിന്. ഓട്ട എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണാം, ഏതാണ്ട് 5 മീറ്റർ വീതിയിൽ ഏതാണ്ട് 10 അടി താഴ്ചയിലാണ്. മണ്ണ് എങ്ങോട്ട് പോയെന്നറിയാം. ഇത്രയും മണ്ണ് ഇത് എവിടെയാ പോയെന്ന് പോലും അറിയില്ല. അത്തരത്തിൽ മണ്ണ് പോയ ഈ സ്ഥലം അവർ കേവലമായി ഒരു 3 ടോറസ്, ഇപ്പൊ നിങ്ങൾ അങ്ങോട്ട് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം, 3 ടോറസ് മണ്ണ് കൊണ്ട് ഇട്ടിരിക്കുകയാണ്. അതിട്ട് ഇവിടെ താൽക്കാലികമായി അടച്ച് ഈ പ്രശ്നത്തിന് തലയൂരുന്ന നിലപാടാണ് ഇവിടെ കോൺട്രാക്ടർമാർ. നമുക്ക് അവരോടൊന്നും ഒരു പ്രശ്നമില്ല. പക്ഷെ ഇവിടെ നമ്മളെല്ലാം നികുതി പണം കൊടുത്ത് ഉണ്ടാക്കുന്ന റോഡാണ്. അതിന്റെ ശാസ്ത്രീയത ഉറപ്പുവരുത്താൻ ഇവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് ഉത്തരവാദിത്തമുണ്ട്. നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഒരാൾ പോലും, ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ പോലും ഇത് എന്താണ് നടക്കുന്നതെന്ന് കാണാൻ വേണ്ടി പോലും ഇവിടെ വന്നൊന്ന് പരിശോധിക്കാനോ അഭിപ്രായം പറയാനോ തയ്യാറായിട്ടില്ല. ഞങ്ങളുടെയൊക്കെ ആവശ്യം അതാണ്. അവർ കൃത്യമായി നോക്കി പരിശോധിച്ച് ഇത് എന്താണെന്ന് വെച്ചാൽ ഇത് റൈറ്റിഫൈ ചെയ്യണം. ഇനി ഇവിടെ മാത്രമാണോ ഇതുണ്ടാകാൻ സാധ്യത, മറ്റു സ്ഥലങ്ങളില്ലേ, അതുകൂടെ നോക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. അതായത് അപ്രോച്ച് റോഡിന് മധ്യത്തിലുള്ള ഈ ദേശീയപാത ഇപ്പോൾ കെട്ടിയതാണ്. 2 ആഴ്ച മുൻപാണ് ഇത് നാട്ടുകാർക്ക് അല്ലെങ്കിൽ യാത്രക്കാർക്ക് സഞ്ചരിക്കാൻ വേണ്ടി തുറന്നു കൊടുത്തത്. വലിയ അഴിമതി ആരോപണമുണ്ട്. അതായത് 2 ടോറസ് മണൽ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് മൂടാൻ, അതായത് അത്രത്തോളം പൂഴിയും മണലും ഇതിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് 2 ടോറസ് മണൽ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് മൂടാനുള്ള ശ്രമം നടത്തിയത്. ഇപ്പോഴിതാ CPM ജില്ലാ സെക്രട്ടറി R നാസറും ഇവിടെ എത്തിയിട്ടുണ്ട്. എന്താണ് ഇതിനെപ്പറ്റി മനസ്സിലാക്കിയത്? അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനമാണ്. കാരണം ഇതിന്റെ എഞ്ചിനീയറിംഗ് സജീവമല്ല എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട. അവരൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ സംഭവിക്കുകയല്ലോ. ഇതിനകത്ത് സംഭവിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ ഈ കായലിലെ ചുരിമണല് ഡ്രഡ്ജ് ചെയ്തിട്ടാണ് ഇത് ഫില്ല് ചെയ്തത്. ഇതിന്റെ ആ ചുരിമണല് ഇതിന്റെ സൈഡിലുള്ള ഈ ഭിത്തിയുടെ ഇടയിലൂടെ ഇത് ഒലിച്ചിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ഇത് കൂടാതെ ഇപ്പം ഇവർ പറയുന്നത്, ഇവിടുത്തെ പ്രോജക്ട് ഓഫീസർ പറഞ്ഞത്, ഈ ജപ്പാൻ കുടിവെള്ളത്തിന്റെ പൈപ്പ് ഇതിന്റെ കൂടെ അടിയിലിട്ടിരുന്നു. ആ പൈപ്പ് പൊട്ടി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടുന്ന് മണ്ണ് വലിച്ചെടുത്തു. അതിന്റെ ഭാഗമായിട്ടാണ് ഗർത്തം ഉണ്ടായെന്ന് അവർ. എന്തായാലും ശരി, എങ്ങനെ സംഭവിക്കുമെന്നുള്ള കാര്യം കാലഘട്ടം മനസ്സിലാക്കണ്ടേ? മനസ്സിലാക്കി അതനുസരിച്ചുള്ള പ്രകൃതി ചെയ്യേണ്ടത്. അതാണ് നമ്മുടെ എഞ്ചിനീയറിംഗിന്റെ ഒരു ഇതാണ്. നാഷണൽ ഹൈവേ അതോറിറ്റിയിലെ എഞ്ചിനീയറിംഗ് അവരുടെ ഒരു അനാസ്ഥ കൊണ്ടാണ് സംഭവിക്കുന്നത്. ശാസ്ത്രീയമായ രൂപത്തിൽ റോഡ് നിർമ്മിച്ചു കഴിഞ്ഞാൽ യാതൊരു പ്രശ്നമില്ല. അതാണ് സംഭവിച്ചിരിക്കുന്നത്. ഡോക്ടർ അരുൺകുമാർ, അങ്ങനെയാണ് അപ്പൊ ഈ മണൽ ഒലിച്ചു പോയി ഉണ്ടായ അപകടം എന്ന രീതിയിലാണ്. അതിൽ ശാസ്ത്രീയമായി അത് നോക്കി എന്താണ് അത് ഇത്രത്തോളം മണൽ അങ്ങനെ ഒലിച്ചു പോകാനുള്ള കാരണം എന്താണ്, അതും ഏറ്റവും പ്രധാനപ്പെട്ട ദേശീയപാതയിൽ 2 ആഴ്ചക്ക് മുൻപ് നാട്ടുകാർ തുറന്നൊരു കൊടുത്ത റോഡിലാണ് ഇത്രയും ആഴത്തിൽ വീതിയിൽ ഒരു വലിയ ഗർത്തം ഉണ്ടായിരിക്കുന്നതാണ് നമ്മളെ എല്ലാവരെയും ഞെട്ടിക്കുന്നത്. അരുൺകുമാർ, ഓക്കെ, 10 അടിയോളം താഴ്ചയുള്ള ഏകദേശം 5 മീറ്ററോളം വീതിയുള്ള ഒരു വലിയ ഗർത്തം തന്നെയാണ് ഇവിടെ രൂപപ്പെട്ടിരിക്കുന്നത്. കാറാണെങ്കിൽ
പോലും വന്നാൽ ആ കുഴിയിൽ വീഴാനുള്ള സാധ്യതയുണ്ട്. നേരത്തെ കുടുംബസമേതം ആളുകളൊക്കെ യാത്ര ചെയ്തിരുന്ന സമയത്താണ് വൈകുന്നേരം 6:30 ഇങ്ങനെയൊരു വലിയ ഗർത്തം ദേശീയപാതയിൽ രൂപപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും തൽക്കാലം ദേശീയപാത മണ്ണിട്ട് മൂടാൻ വന്ന കോൺട്രാക്ടർമാരുടെ ജീവനക്കാരെ അവർ തടഞ്ഞിട്ടുണ്ട്. അവിടെ ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധമുണ്ട്. ഗതാഗതം ഭാഗികമായി ഇപ്പോൾ നിർത്തിവെക്കുകയും ചെയ്തിട്ടുണ്ട്.